അപ്പോൾ നമുക്ക് പേൾവെയിൻ ഇൻ്റർനാഷണൽ ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്ന ബിസിനസ് ഇ-കോമേഴ്സ് വെബ്സൈറ്റ് 2015 ഡോക്ടർ ഡാനിയൽ ജോൺസൺ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ ലോകത്തിന് മുമ്പിൽ ഒരു പുതിയ സാമ്പത്തിക ആശയമായിട്ട് അവതരിപ്പിക്കുന്നത്. 156 രാജ്യങ്ങളിൽ ഈ ഒരു പ്രോഗ്രാം ഇന്ന് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ 156 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരാശയത്തെ അങ്ങനെ അവതരിപ്പിക്കുവാനുള്ളൊരു കപ്പാസിറ്റി ഈ കൊണ്ടുവരുന്ന ഈ ആശയത്തെ ആരംഭിച്ച വ്യക്തികൾക്കോ അല്ലെങ്കിൽ സിസ്റ്റത്തിനോ ഉണ്ടാവണം എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏകദേശം 2025 10 വർഷമായി റണ്ണിങ്ങിലുള്ള ഒരു ആശയം. അപ്പോൾ ഈ ആശയത്തിൻ്റെ ആരംഭ കാലഘട്ടം മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഒട്ടേറെ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് വളരെ വലിയ പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആശയത്തെ പ്രതിനിധീകരിക്കുന്ന അല്ലെ കേൾക്കുന്ന പഠിക്കാൻ നിൽക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഓക്കെ, ഇപ്പോഴും ഞങ്ങളൊക്കെ പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഞാൻ പറഞ്ഞത്. നമുക്കിവിടെ എന്താ ചെയ്യാനുള്ളത്? വളരെ ചെറിയ 1-2 കാര്യങ്ങളാണ്. സിസ്റ്റം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് $6 മില്യൺ പ്രൊജക്റ്റുകളാണ്. അതിലൊന്ന് ഡിജിറ്റൽ ബാങ്കിങ്, രണ്ടാമത്തെ പ്രൊജക്റ്റ് PVC മെറ്റ എന്ന് പറയുന്ന മൾട്ടിപർപ്പസ് NFT ടോക്കൺ പ്രോഗ്രാം, മൂന്നാമത്തെ പ്രൊജക്റ്റ് സോഷ്യൽ മീഡിയ, നാലാമത്തെ പ്രൊജക്റ്റ് മൊബൈൽ നെറ്റ്വർക്ക് വൺ വേൾഡ് വൺ സിം, അഞ്ചാമത്തെ പ്രൊജക്റ്റ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം, ആറാമത്തെ പ്രൊജക്റ്റ് ഇ-കോമേഴ്സ്. ഇവിടെ ആദ്യത്തെ പ്രൊജക്റ്റിലൂടെയാണ് സിസ്റ്റം ഏറ്റവും അത്യാവശ്യമായ കമ്മ്യൂണിറ്റിയെ സൃഷ്ടിച്ചത്. ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റത്തിലൂടെ 85 ലക്ഷം കമ്മ്യൂണിറ്റി. അതിനുശേഷം സിസ്റ്റം രണ്ടാമത്തെ പ്രോസസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് നമ്മളെല്ലാവരും ഇപ്പോൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന PVC മെറ്റ മൾട്ടിപർപ്പസ് NFT ടോക്കൺ പ്രോഗ്രാം. PVC മെറ്റയെ ഫ്യൂച്ചർ ഓഫ് മണി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് ലോകത്തിലെ പണം, ഒരു പണം എങ്ങനെയാണ് ലോകത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്ന രീതിയിൽ മാറേണ്ടത്, ആ ആശയം എല്ലാ ആളുകളിലേക്കും എത്തണം. സ്വാഭാവികമായും നമ്മളെപ്പോലുള്ള ചെറു ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്നതിനും അപ്പുറത്തേക്ക് അതിൻ്റെ വേഗത കൂടണമെങ്കിൽ അതിനുവേണ്ടിയാണ് സിസ്റ്റം മറ്റ് 4 പ്രൊജക്റ്റുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ എല്ലാ ചിന്തകളെയും സ്വപ്നങ്ങളെയും തീരുമാനങ്ങളെയും ഇപ്പോൾ നിയന്ത്രിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. ഏറ്റവും കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നതും സോഷ്യൽ മീഡിയയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഒരു സെർച്ച് എൻജിൻ അവതരിപ്പിക്കുന്നതിലൂടെ സിസ്റ്റം നമുക്ക് PVC മെറ്റ എന്ന് പറയുന്ന മൾട്ടിപർപ്പസ് ടോക്കൺ റിവാർഡായി നൽകിക്കൊണ്ട് അതിൻ്റെ ആശയത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് ഡിസൈൻ ചെയ്ത പാർട്ടാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് മൊബൈൽ നെറ്റ്വർക്കാണ്. വൺ വേൾഡ് വൺ സിം. ഒരു സിം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലെല്ലായിടത്തും സർവീസ് ലഭിക്കുക എന്ന് പറയുന്ന ഒരു വമ്പൻ ആശയം. നമുക്കറിയാം, ഒരു സിമ്മിൻ്റെ പിന്നിൽ ഒരു മനുഷ്യൻ, ഒരു രാജ്യം, പ്രദേശമൊക്കെ ഒരു നിമിഷം കൊണ്ട് എത്തിച്ചേരുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ അതുപോലെ വൺ വേൾഡ് വൺ സിം എന്ന് പറയുന്ന ആശയത്തിലൂടെ ലോകത്തിലെ എല്ലാ ആളുകളും തന്നെ PVC മെറ്റ എന്ന് പറയുന്ന ആശയത്തിൻ്റെ കൂടെ അണിനിരക്കും. മറ്റൊന്ന് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം. ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമുക്കറിയാം. നമുക്ക് ഒട്ടനവധി ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ ഇന്ന് സോഷ്യൽ മീഡിയ വഴി നമ്മൾ കാണുന്നതാണ്. പുതിയ തലമുറ എന്ന് പറയുന്നത് വെർച്വൽ റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട് വെബ്3യുടെ ഭാഗമായിട്ട് ഒട്ടേറെ സാങ്കേതികമായ ഗെയിമുകളിലേക്ക് പണം ഉണ്ടാക്കുകയും വലിയൊരു ബിസിനസ് മേഖലയാണ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം. അതും നമുക്കിവിടെ സിസ്റ്റം ഓപ്പൺ ചെയ്തു തരികയാണ്. ഏറ്റവും ലാസ്റ്റ് വൺ ഇ-കോമേഴ്സ് 5000-ലധികം പ്രൊഡക്റ്റുകൾ, ലോകത്തിലെ നമ്പർ 1 പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുവാനും ഒക്കെയുള്ള സൗകര്യം PVC മെറ്റ എന്ന് പറയുന്ന മൾട്ടിപർപ്പസ് ടോക്കൺ ഉപയോഗിച്ച് നമുക്ക് സാധിക്കാവുന്നതാണ്. ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുമായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫിസിക്കൽ കറൻസികളല്ല, അത് ടോക്കണുകളായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത, ഇന്നുള്ള ടോക്കണുകൾ മുഴുവൻ വൺ പർപ്പസ് ആണ്. അവിടെയാണ് ഫ്യൂച്ചർ ഓഫ് മണി എന്നുള്ള രീതിയിൽ PVC മെറ്റ അവതരിപ്പിക്കുന്നത്. നമുക്ക് പണം ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ. ഇതാണ് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വരാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ സിസ്റ്റത്തിലേക്ക്
കടന്നു വരാൻ 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഒന്ന് സീഡ് ഫണ്ടിങ് ആൻഡ് ടോക്കൺ ഫാമിംഗ്. സീഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്ത് PBC മെറ്റ എന്ന് പറയുന്ന 1000 നമ്മുടെ PBC മെറ്റ വാങ്ങി ഹോൾഡ് ചെയ്യുക, അതായത് സ്റ്റേക്ക് ചെയ്യുക. അതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ $6 മില്യൺ പ്രൊജക്റ്റിൻ്റെ പാർട്ണർഷിപ്പിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയും അതിനെന്താ വേണ്ടത്? നിലവിൽ ഈ സിസ്റ്റത്തിൻ്റെ പാർട്ണർഷിപ്പിലുള്ള ഒരാളുടെ സഹായം, അതായത് അദ്ദേഹത്തിൻ്റെ റെഫറൽ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് മാത്രമേ ഒരു പുതിയ വ്യക്തിക്ക് ഇതിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനിപ്പോൾ നമുക്ക് നിലവിൽ ചെലവഴിക്കേണ്ട തുക എന്ന് പറയുന്നത് 5000 രൂപയാണ്. 1000 ടോക്കൺ വാങ്ങിച്ച് നമ്മൾ ഹോൾഡ് ചെയ്യുക. 100 ടോക്കൺ നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് ഹോൾഡ് ചെയ്യണം നമ്മുടെ സൈറ്റിലേക്ക് കയറാൻ വേണ്ടി. പിന്നെ 600 രൂപയുടെ BNB ആവശ്യം. അങ്ങനെ 5000 രൂപയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ട്രസ്റ്റ് വാലറ്റ് നമ്മുടെ എല്ലാവരുടെയും ആൻഡ്രോയിഡ് ഫോണിലോ ഐഫോണിലോ പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്യാം. ഇതേ ട്രസ്റ്റ് വാലറ്റിലാണ് ലോകത്തിലെ നമ്പർ 1 ക്രിപ്റ്റോ കറൻസിയായ പിന്നെ ബിറ്റ്കോയിൻ, എത്തീറിയം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മുടെ കയ്യിലുള്ള ഫോണിൽ നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട 2 ഡൊമൈൻ കണക്ട് ചെയ്യുന്നു. 2 ഡൊമൈൻ. ഒന്നാമത്തെ ഡൊമൈൻ PBC മെറ്റ ടോക്കൺ സ്റ്റേക്കിംഗ്.com. രണ്ടാമത്തെ ഡൊമൈൻ ടോക്കൺ ഫാമിംഗ്.com. ഈ 2 പ്രോഗ്രാമുകൾ ട്രസ്റ്റ് വാലറ്റ് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതായത് നമ്മുടെ സ്വന്തം ട്രസ്റ്റ് വാലറ്റ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു സീഡ് ഫണ്ടിങ് നമുക്ക് 5000 രൂപ വേണം. രണ്ടാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ടോക്കൺ ഫാമിംഗ് ആണ്. ടോക്കൺ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ ബാങ്കിങ്ങിൽ നടക്കുന്നത് പോലെ തന്നെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രോസസ്സ്? നമുക്ക് അവിടെ ലോൺ ഫെസിലിറ്റി കിട്ടും, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, മറ്റ് സർവീസുകളാണ് ലഭിക്കുന്നത്. അതിനെയാണ് നമ്മൾ ടോക്കൺ ഫാമിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ, നമുക്ക് രണ്ടാമത്തെ പ്രൊജക്റ്റിലേക്ക് കടക്കണമെങ്കിൽ 100 ഫാമിംഗ് USDT ആണ് ആവശ്യം. ഓക്കെ, എപ്പോഴും ഒരു ടോക്കൺ പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ഒരു സ്റ്റേബിൾ കറൻസിയുടെ പേരിലായിരിക്കും. അത് ഏത് സ്റ്റേബിൾ കറൻസിയും ആവാം, ഏത് രാജ്യത്തെ പ്രൊജക്റ്റാണോ ആരാണോ അതിനെ അനുസരിച്ചിരിക്കും. ഇവിടെ നമുക്ക് ലോകത്തിലെ നമ്പർ 1 ഏറ്റവും മൂല്യമുള്ള കറൻസിയായ സ്റ്റേബിൾ കറൻസിയായ ഡോളറിൻ്റെ പേരിലാണ് ടോക്കൺ പ്രവർത്തിക്കുന്നത്. സുധി സാർ മൈക്ക് നോക്കിയോ? സുധി സാർ, ഓക്കെ, താങ്ക് യു. ഡോളറിൻ്റെ പേരിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടോക്കൺ ഫാമിങ്ങിലേക്ക് കടന്നു വരാൻ നമുക്ക് ആവശ്യമുള്ളത് 100 USDT, അതായത് ഫാമിംഗ് USDT ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഫാമിംഗ് USDT പ്രത്യേകത എന്ന് പറയുന്നത് സിസ്റ്റം നമുക്ക് USDTയുടെ വാല്യൂവിലൂടെ തരുന്ന USDT, അതിന് കുറച്ച് വില കൂടുതലാണ്. ഓക്കെ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഇതിന് 130 രൂപയാണ് വില. 130 രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കുന്നത് 130 രൂപ തന്നെ നമുക്ക് റിട്ടേൺ ലഭിക്കുകയും ചെയ്യും. ഓക്കെ, ഇവിടെ സിസ്റ്റം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1000 ദിവസമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാലാവധി. ഒരു വ്യക്തി ട്രസ്റ്റ് വാലറ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും ഒരു പ്രവർത്തനം ചെയ്തില്ലെങ്കിൽ പോലും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത തുക 1000 ദിവസം കൊണ്ട് നേരെ ഇരട്ടിയായിട്ട് അദ്ദേഹത്തിന് ലഭിക്കും. അതായത് 1 ലക്ഷം രൂപയാണെങ്കിൽ 2 ലക്ഷം രൂപയായിട്ട് കിട്ടും, 5 ലക്ഷമാണെങ്കിൽ 10 ലക്ഷം രൂപയായിട്ട് കിട്ടും. ഓക്കെ, ഈ 1000 ദിവസം എന്ന് പറയുന്ന ടൈം ഡ്യൂറേഷനെ കുറക്കുവാനാണ് നമുക്ക് 2-3 പ്രൊജക്റ്റുകൾ ചെയ്യാനുള്ളത്. അതിലൊന്ന് റെഫറൽ മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, രണ്ടാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് ആണ്. മൂന്നാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഏർലി ബേർഡ് റിവാർഡ് ഓഫർ. ഈ 3 പ്രോഗ്രാമുകൾ ഏത് വേണമെന്ന് ഒരു വ്യക്തിക്ക് തീരുമാനിക്കാം. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഒരു 4-4.5 വർഷം മുമ്പേ ഈ ഒരു ആശയ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് റെഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുത്ത ആളുകളാണ്. ഞാൻ മനീഷ് സാറൊക്കെ കുറേ ആളുകൾ ഇതിലുണ്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ പണം സമ്പാദിക്കാനുള്ള അല്ലെങ്കിൽ പണം കണ്ടെത്താനുള്ള ഒരു മാർഗ്ഗമാണ് റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എല്ലാത്തിലും റെഫറൽ മാർക്കറ്റിംഗ് ഉണ്ട്. സാധനങ്ങൾ പരിചയപ്പെടുത്തുക, കൊടുക്കുക, വാങ്ങുക, വിൽക്കുക, കമ്മീഷൻ, എല്ലാ ബിസിനസ്സിലും റെഫറൽ മാർക്കറ്റിംഗ് ഇൻപുട്ടാണ്. ഓക്കെ, ഇവിടെയും അങ്ങനെ ഒരു റെഫറൽ മാർക്കറ്റിംഗ് സിസ്റ്റം ഉണ്ട്. റെഫറൽ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും പവർ അറിയുന്ന ആളുകളാണ് ഞാനും മനീഷ് സാറൊക്കെ. നമ്മുടെ ടീമിലുള്ള 75% ആളുകളും ഇന്ന് കോടീശ്വരനാവാനുള്ള ശ്രമത്തിനിടയിലാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാവരും ലക്ഷാധിപതികളാണ് എന്നുള്ളതാണ്.
65% ആളുകളും 1 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം വാങ്ങിക്കുന്ന ഒരു റഫറൽ മാർക്കറ്റിംഗ് പ്രോഗ്രാമിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇപ്പോൾ മനീഷ് സാർ ഇപ്പോൾ 10-16 ലക്ഷം രൂപ മാസം വരുമാനം വാങ്ങിക്കുന്നു. ഞാനൊരു 10-15 ലക്ഷം രൂപ മാസം കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന റഫറൽ മാർക്കറ്റിംഗ് വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. ഒന്ന്. അപ്പോൾ എല്ലാ ആളുകൾക്കും എന്തില്ല, റഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പം ഫീൽഡിൽ പോകണം, ആളുകളോട് സംസാരിക്കണം, ആളുകളുടെ സംശയങ്ങൾക്ക് മറുപടി പറയണം. അതൊക്കെ ഒരു ചില പ്രയാസങ്ങൾ ചില ആളുകൾക്ക് ഉണ്ടാവുക. അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്താൽ എന്താണ് കാര്യം? ഇപ്പോൾ ഞാനിവിടെ 13,000 രൂപ മുതലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ടീം ലീഡേഴ്സിനോട് ചോദിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവാം. നമുക്കൊരു 5 ലക്ഷം രൂപയിൽ തുടങ്ങാം. 1 ലക്ഷം 2 ലക്ഷം നമ്മുടെ ഇഷ്ടമാണ്, എത്രയും ചെയ്യാം. ഓക്കെ, ഒരു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് 0.20 ആണ് ഡെയിലി ലഭിക്കുക. അത് 1000 ദിവസം അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഡെയിലി അദ്ദേഹത്തിന് എത്രയാണ് ലഭിക്കുക? 0.20, 5 ലക്ഷത്തിൻ്റെ 0.20 എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ്. 1000 × 30 ദിവസം അദ്ദേഹത്തിന് 30,000 രൂപ ലഭിക്കും. അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ഈ 30,000 രൂപ 2 തവണയായിട്ട് വിഡ്രോ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 100 USDT-യിലാണ്, അതായത് ഇന്ത്യൻ മണി 13,000. ഈ 13,000 രൂപ നമ്മുടെ വാലറ്റിലേക്ക് വന്നാൽ നമുക്ക് അപ്പോൾ വിഡ്രോ ചെയ്യാം. അത് ചെറിയ തുകയാകുമ്പോൾ അതിന് കാലതാമസമെടുക്കും. വലിയ തുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. ഈ 5 ലക്ഷം രൂപയാണെങ്കിൽ 30,000 രൂപയാണ് ഒരു മാസം ലഭിക്കുക. 13,000 + 13,000 26,000 2 തവണ നമുക്ക് വിഡ്രോ ചെയ്യാം. ഇതൊന്ന് മനസ്സിലാക്കുക. വെറും 13,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 1000 ദിവസം കൊണ്ടാണ് അദ്ദേഹത്തിന് 26,000 രൂപയാകുക. അപ്പോൾ എന്ത് ചെയ്യണം? 500 ദിവസം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. ഓക്കെ, ഇവിടെ ഒരു ഇൻവെസ്റ്റർക്ക് കിട്ടുന്നത് 0.20 ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇന്ന് നിലവിലുള്ള എല്ലാ ഫിനാൻഷ്യൽ പ്രോഗ്രാമുകളും നമ്മുടെ പണം ഉപയോഗിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുകയാണ്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുകയാണ്. ബാങ്കിലായാലും, ഇൻഷുറൻസിനായി കഴിഞ്ഞാലും, ഷെയർ മാർക്കറ്റിങ്ങിനായി കഴിഞ്ഞാലും, SIP-യിലായി കഴിഞ്ഞാലും അവർ അതിനെക്കൊണ്ട് ബിസിനസ് ചെയ്തുകൊണ്ട് ചെറിയ ശതമാനം നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ തരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താ, 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ 1% അതിൻ്റെ റിവാർഡ് 1%, അങ്ങനെയാണ് 0.20 നൽകുന്നത്. നമുക്കത് വേണമെങ്കിൽ മുഴുവനായി നമുക്ക് വിഡ്രോ ചെയ്ത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ മാസവും നമ്മൾ 50% മാത്രം വിഡ്രോ ചെയ്തുകൊണ്ട് 50% റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രോസസ്സിലൂടെ വളരെ നന്നായിട്ട് ലൈഫ് ലോങ് മുന്നോട്ട് പോകാൻ കഴിയും. അതായത് 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 30,000 രൂപ ഒരു മന്ത്ലി റിവാർഡായി ലഭിക്കുന്നു എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ 5 ലക്ഷത്തിൻ്റെ 1% 15,000-ഉം അതിൻ്റെ റിവാർഡ് 15,000-ഉമാണ് നമുക്ക് ലഭിക്കുന്നത്. ക്യാപിറ്റൽ ഇല്ലെങ്കിൽ നമുക്കെന്തില്ല? റിവാർഡില്ല. അതുകൊണ്ട് 30,000 എടുക്കാതെ 15,000 രൂപ എടുത്തുകൊണ്ട് ക്യാപിറ്റൽ അവിടെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട്, അത് ബിസിനസ്സിൻ്റെ ഭാഗമാണ്, അത് നമുക്ക് ആലോചിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇതാണ് ഒരു ഇൻവെസ്റ്റർക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ റഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് എന്താണ് കിട്ടുന്നത്? ഇപ്പോൾ സുധീർ സാറ് ഞാൻ പറഞ്ഞു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അദ്ദേഹത്തിന് ഒരു മാസം ലഭിക്കുന്നത് 30,000 രൂപയാണെങ്കിൽ ആ 30,000 രൂപയുടെ 20% എനിക്ക് റഫറൽ കമ്മീഷൻ കിട്ടും. അതായത് എത്ര? 6,000 രൂപയാണ് ലഭിക്കുക. ഓക്കെ, 2020 മെട്രിക്സിൽ 6,000 രൂപ എനിക്ക് ലഭിക്കുമ്പോൾ എൻ്റെ അപ്ലൈൻ എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട മനീഷ് സാറാണ്. അദ്ദേഹത്തിന് 19% ലഭിക്കും, 5,700 രൂപ. ഇങ്ങനെ ഓരോ ശതമാനം കുറഞ്ഞുകൊണ്ട് ഒരു ഇൻവെസ്റ്റർ വന്നു കഴിഞ്ഞാൽ 20 പേർക്ക് അതിൻ്റെ റഫറൽ കമ്മീഷൻ കിട്ടും. എത്ര ദിവസം? 190 ദിവസം. ഇതാണ് അതിൻ്റെ തിയറി. ഈ 190 ദിവസം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. ഒരു ബിസിനസ്സിലേക്ക് വന്ന വ്യക്തി ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും പുറത്തേക്ക് പോകില്ല. അദ്ദേഹം റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഈ 190 ദിവസവും വളരെ റൊട്ടേഷൻ ആയിക്കൊണ്ട് മുന്നോട്ട് പോകും. അങ്ങനെയാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ലോകത്തിലെ വളരെ മനോഹരമായ പാസീവ് ഇൻകം വാങ്ങിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഓരോരുത്തരും മാറും. ഇപ്പോൾ ലോകത്തിൽ 75-80% ആളുകളും ആക്റ്റീവ് ഇൻകത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ആക്റ്റീവ് ഇൻകം മീൻസ് നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, ജോലിയുണ്ടെങ്കിൽ, ജോലി ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് നേടാൻ കഴിയുന്ന പണമാണ് ആക്റ്റീവ് ഇൻകം. പാസീവ് ഇൻകം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റത്തെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുക. ആ ഇൻവെസ്റ്റ്മെൻറ്റോ സിസ്റ്റമോ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമുക്ക് പണം ക്രിയേറ്റ് ചെയ്യുന്നൊരവസ്ഥയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ റഫറൽ മാർക്കറ്റിങ്ങിനെ നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ,
ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാ ആളുകൾക്കും റെഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോമ്പൗണ്ടിങ് ചെയ്യാം. കോമ്പൗണ്ടിങ് മീൻസ് നമുക്ക് എപ്പോഴും പറയുന്നത് ഒരു ലോകത്തിലെ മഹാത്ഭുതങ്ങളിലൊന്നാണ്, ഫിനാൻഷ്യൽ മേഖലകളിലെ മഹാത്ഭുതം. ഇത് തന്നെയാണ് എല്ലാ ഫിനാൻഷ്യൽ പ്രോഗ്രാമിലും എല്ലാ കമ്പനികളും ചെയ്യുന്നത്. ഇവിടെ വ്യക്തികൾക്ക് അത് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരം നമുക്ക് ലഭിക്കുന്നില്ല ഇന്ന് വരെ. പക്ഷേ പേൾവെൽ കോമ്പൗണ്ടിങ്ങിനുള്ള അവസരം നിങ്ങൾക്ക് നൽകുന്നു. എന്താണ് കോമ്പൗണ്ടിങ്? സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ വർദ്ധിക്കുമ്പോൾ നമ്മുടെ റിട്ടേൺ വർദ്ധിക്കും. അപ്പോൾ ക്യാപിറ്റൽ എങ്ങനെയാണ് വർദ്ധിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ അതേ തിയറി എടുക്കാം. 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് ഡെയിലി 1000 രൂപ വെച്ച് മാസം 30,000 രൂപ ലഭിക്കുന്നു. അദ്ദേഹം എന്ത് തീരുമാനിക്കുന്നു? കോമ്പൗണ്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 30,000 രൂപ വീണ്ടും അദ്ദേഹം 5 ലക്ഷം രൂപയുടെ കൂടെ റീ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന പ്രവൃത്തിയെയാണ് നമ്മൾ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ മാസം മുതൽ അദ്ദേഹത്തിന് എത്ര കിട്ടുന്നത്? 5,30,000 രൂപയുടെ 0.20. ഇങ്ങനെ ഓരോ മാസവും നമ്മൾ റീ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ തന്നെയും ഈ 5 ലക്ഷം രൂപ 1000 ദിവസം കൊണ്ട് 32 ലക്ഷം രൂപയായിട്ട് വളരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ കോമ്പൗണ്ടിങ് കാൽക്കുലേറ്റർ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പരിശോധിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു മാസത്തിൽ ഒരു തവണ മാത്രമാണ് കോമ്പൗണ്ട് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് 100 USDT ആണ് സ്റ്റാർട്ടിങ് പീരീഡ്. 100 USDT വന്നു കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്യാം, അതുപോലെ തന്നെ കോമ്പൗണ്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ആദ്യത്തെ മാസം തന്നെ നമുക്ക് 2 തവണ കോമ്പൗണ്ട് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന റിട്ടേൺ 32 ലക്ഷമായിരിക്കും, അതിന് കൂടുമല്ലോ. അതൊരു മായാജാലമാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. നമുക്കത് പഠിക്കാം, നമുക്കത് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഏർലി ബേർഡ് റിവാർഡ് ഓഫറാണ്. അതിൻ്റെ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും സിമ്പിളായിട്ട് പറയാം, ഒരു അക്കൗണ്ട് ഒരു വ്യക്തി ഓപ്പൺ ചെയ്യുന്ന അന്ന് തന്നെ അദ്ദേഹം 2 പേരെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് റെഫറൽ ചെയ്യുക, അല്ലെങ്കിൽ കൊണ്ടുവരിക. അതേ ദിവസം തന്നെ ഈ 3 അക്കൗണ്ടുകളിലും തുല്യമായ തുക, ഒരേ തുക ഇൻവെസ്റ്റ് ചെയ്യുക. 10 ലക്ഷമാണെങ്കിൽ 10 ലക്ഷം, 10 ലക്ഷം, 10 ലക്ഷം. 5 ലക്ഷമാണെങ്കിൽ 5 ലക്ഷം, 5 ലക്ഷം, 5 ലക്ഷം. 13,000 ആണെങ്കിൽ 13,000, 13,000, 13,000. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സിസ്റ്റം എന്ത് തരുന്നു? നമ്മൾക്ക് ഒരു 70 കൂടി അധികം നൽകുകയാണ്. മെയിൻ അക്കൗണ്ടിൽ മാത്രം, താഴെയുള്ള 2 സബ് അക്കൗണ്ടിൽ 0.20 ലഭിക്കുക. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 1000 ദിവസം കൊണ്ടാണ് നേരെ ഇരട്ടിയാവേണ്ടതെങ്കിൽ ഇങ്ങനൊരു ഓഫറിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലുള്ള തുക 7 മാസം കൊണ്ട് 222 ദിവസം കൊണ്ട് ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടും. ആ ഏർലി ബേർഡ് ഓഫറാണ് എല്ലാ ആളുകളും ചെയ്യുന്നത്. അതിൽ തന്നെ പലതരത്തിൽ നമുക്ക് നമ്മുടെ ആശയങ്ങളെ ഇൻപുട്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാം. ഇതാണ് പേൾവൈൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാനുള്ളൊരു BOP എന്ന് പറയുന്നത്.